ഈത്തപ്പഴം കുരുകളഞ്ഞ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരക്കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചതിലേക്ക് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് തിളച്ച് വരുമ്പോൾ ക്രഷ് ചെയ്ത് വെച്ച ഈത്തപ്പഴം ചേർത്ത് തിളപ്പിച്ച് കുറുക്കി എടുത്ത് വെക്കുക. 1/4 കപ്പ് പഞ്ചസാര 3 ഗ്രാമ്പൂ ചേർത്ത് പൊടിച്ച് വെക്കുക. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ് എന്നിവ ചേർത്ത് 3 പ്രാവശ്യം അരിച്ചു വെക്കുക. മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കുറച്ച് നേരം ബ്ലെൻഡ് ചെയ്യണം. അതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര കൂടി ചേർത്ത് അടിച്ചെടുക്കുക. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക. തണുത്ത ഈന്തപ്പഴം കൂട്ടിലേക്ക് ഈ മിക്സ് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അതിലേക്ക് അരിച്ചു വെച്ച മൈദപ്പൊടി കുറേശ്ശെ ചേർത്ത് ഇളക്കുക. കുറച്ച് കാഷ്യൂ ക്രഷ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. ട്രേയിൽ ഓയിൽ പുരട്ടി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ കളയാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. അലങ്കരിക്കാനായി കാഷ്യൂ കൂടി വെച്ച് അടുപ്പത്ത് ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു റിങ് ഇറക്കി വെച്ച് മേലെ ഒരു മൂടി കൂടി വെച്ച് അതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കിയ കൂട്ട് വെച്ച് അടച്ചു വെക്കുക. 45 മിനിറ്റ് മുതൽ 50-55 മിനിറ്റ് വരെയെല്ലാം ടൈം എടുക്കും. കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ഡേറ്റ്സ് കേക്ക് റെഡിയാണ്. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടാക്കി നോക്കണേ.